സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ കഴിഞ്ഞ ദിവസം ചലച്ചിത്ര പ്രവർത്തകയായ ഡോക്ടർ ആശ ആച്ചി ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പി.ടി. കുഞ്ഞുമുഹമ്മദിന് അടുത്തു നിന്നും തങ്ങൾക്കുണ്ടായ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ദുരനുഭവമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. അത് പല മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ടും ഈ അതിജീവിത എന്ന് നമ്മൾ പറയപ്പെടുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് തന്റെ മുഖം പോലും വെളിവാക്കിക്കൊണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതായത് നമ്മൾ പോലും ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകി 14 ദിവസം കഴിഞ്ഞിട്ട് പോലും FIR ഇടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തയ്യാറായില്ല എന്നുള്ളത്. അതെ, കേസ് നടന്നിട്ട് 2 മാസത്തിലധികമായി, 3 മാസത്തോളമായി എന്നാണ് പറയാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ പരാതി വന്ന് പിറ്റേ ദിവസം തന്നെ ആക്ഷൻ എടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്തുകൊണ്ട് ആശ ആച്ചി ജോസഫിന്റെ ഇങ്ങനെ ഒരു പരാതിക്ക് നടപടി എടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവർക്കെതിരെ മാത്രമല്ല, ഇതിനു മുൻപും പലപ്പോഴായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത പല കേസുകളിലും ഈ പറയുന്നത് പോലെ നടപടി എടുക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പീഡന പരാതി ആയതുകൊണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടം വിഷയമായി കണക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിലും, സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിലും പരാതി നൽകിയിട്ടും ദിവസങ്ങളോളം നടപടിയെടുക്കാൻ വൈകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇത് കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറയണ്ടേ. കാരണം അവർക്ക് നേട്ടമുണ്ടാക്കുന്ന കേസുകളിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുന്നു. അവർക്ക് കോട്ടമുണ്ടാക്കുന്ന കേസുകൾ, അല്ലെങ്കിൽ അവർക്ക് നേട്ടമൊന്നുമില്ല, പ്രത്യേകിച്ച് PR ഒന്നും ചെയ്യാനില്ലാത്ത കേസുകളാണെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഹർഷ ഈ പറഞ്ഞു പോയ കാര്യത്തിനിടയിൽ അതിജീവിതകൾ വേറെയും ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു വീട്ടുജോലിക്കാരിയുടെ കാര്യം അറിയാമല്ലോ. വീട്ടുടമസ്ഥ മറന്നു വെച്ചു പോയ ആഭരണം അവർ എടുത്തു എന്ന് പറഞ്ഞ ആരോപണത്തിന് വിധേയായ ഒരു പാവ സ്ത്രീ, അവര് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പിന്നെ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ വന്ന് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന വിദ്വാനെ കണ്ട് ഈ പറയുന്ന രീതിയിൽ പരാതി കൊടുക്കാൻ വന്നപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലൊരു എന്താ പറയുക പരിഗണന ആ ഓഫീസിൽ നിന്ന് കിട്ടിയില്ല. അതിന് പറഞ്ഞ വ്യാകരണം, അല്ലെങ്കിൽ ആ പറഞ്ഞതിന്റെ വസ്തുതകൾ വളച്ചൊടിച്ച് ശശിയും ഓഫീസും പറഞ്ഞത് വേറെയാണ്. നേരെ മറിച്ച് ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു സിനിമാ താരത്തിനെതിരെ ഉണ്ടായ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രമുഖ സ്വർണ്ണ വ്യവസായിയെ വളഞ്ഞിട്ട് പിടിച്ച രംഗവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് നേട്ടമുള്ളവരെ അവർ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. 10 വർഷം ഇവിടെ ഭരണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ആഭ്യന്തരം ഭരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടിച്ച് തൃശ്ശൂർ ഗുരുവായൂരിനടുത്ത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയ രംഗം, CCTV ദൃശ്യങ്ങൾ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം പോരാടി അത് പുറത്തു വന്നു. അത് പുറത്തു വന്നിട്ടും അദ്ദേഹത്തിന്റെ പോലീസ് സേനയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തിയ രംഗം നമ്മൾ കണ്ടല്ലോ, അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അതിജീവിത എന്ന് പറയുന്ന ആ വനിത അവർ തന്നെ പറഞ്ഞു തനിക്കെതിരെ ഈ കേസ് പിൻവലിക്കാനായി ഒരു പിടി പേർ സമ്മർദ്ദം ചെലുത്തിയെന്ന്. അതെ, അതായത് ഈ പറയുന്ന പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. പി.ടി. കുഞ്ഞുമുഹമ്മദിനെ രക്ഷിക്കാനായുള്ള നീക്കം നടത്തിയെന്ന്. അതെ. അപ്പൊ പി.ടി. കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കൈരളി ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് പേര് പറയാനൊക്കെ എനിക്കറിയാം, ആർക്ക് വേണ്ടപ്പെട്ടതാണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് വീണ്ടും പലരെയൊക്കെ നേരിട്ട് കാണേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ തന്നെ, അപ്പോൾ ഇത്തരത്തിൽ, അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ നമ്മുടെ എത്ര കോടി ജനമാണ്? ഏതാണ്ട് 5 കോടി ജനമുണ്ടെന്നൊക്കെയാണ് കണക്ക്. എനിക്ക് കണക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക പ്രേക്ഷകരെ. അപ്പോൾ ഇത്രയും കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹം സ്പെഷ്യലായിട്ട് അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരു കൂട്ടം സഖാക്കളുടെ മാത്രം മുഖ്യമന്ത്രി കൂടെയാണ്. അങ്ങനെ ഒരു സ്നേഹം കൂടെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് എല്ലാവരോടും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഒരു കൂട്ടം ആളുകൾ എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് നേട്ടമുള്ള ഈ സഖാക്കന്മാരുടെ എല്ലാവരുടെയും ഒരു മുഖ്യമന്ത്രി എന്ന് പറയാൻ സാധിക്കില്ല. അല്ല, നേട്ടമല്ല ഹർഷ, അങ്ങനെയൊക്കെയുള്ള ചിലരൊക്കെ രക്ഷിച്ചേ പറ്റൂ. അതെ, നിവർത്തികേട് രക്ഷിക്കും. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ നമ്മളിവിടെ പറയേണ്ടത്, താങ്കൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രാഹുലിന്റെ കേസിൽ ഒരു ഞായറാഴ്ചയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിളിക്കുന്നു അതിജീവിത. അതൊരു വൺ ഓപ്പറേഷനാണ് സംഗതി. കേസുണ്ടോ എന്ന് ചോദിച്ച് ക്രൈംബ്രാഞ്ച് നടന്ന സമയമുണ്ട്. അപ്പൊ അതിൽ കേസുണ്ടോ എന്ന് ചോദിച്ച് പുറകെ നടന്നിട്ട് ലാസ്റ്റ് മനസ്സോടെ ആ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ പരാതി അവിടെ കൊണ്ടുപോട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട, അതിന്റെ ഒരു ക്രമമുണ്ട്, ആ ക്രമം നിങ്ങൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടു കൊടുത്തോളൂ എന്ന് വിളിച്ചു പറഞ്ഞു.
അപ്പോ ഈ പറയുന്ന രാഷ്ട്രീയ നേട്ടം, അതായത് രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ആണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും, അതായത് അദ്ദേഹം നേരിട്ടിറങ്ങുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കണ്ടല്ലോ ഹർഷ, കപ്പില് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു കപ്പൊക്കെ പിടിച്ച് എന്റെയും കൂടെ ബോസ് ആയിരുന്ന ആളാണ് എം പി നികേഷ് കുമാർ. എം പി നികേഷ് കുമാറാണ് ഇപ്പോൾ അവരുടെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. എം പി നികേഷ് കുമാർ സാറിന്റെ ഐഡിയ ആണ് ഈ പറയുന്ന കപ്പിലുള്ള പരസ്യം. അത് അവർക്ക് നേട്ടമുണ്ട്, അല്ലെ? നേട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള അതിജീവിതകൾക്കൊപ്പമാണ് നിലവിൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയനും മുഖ്യമന്ത്രി ഓഫീസും. എന്നിട്ട് സ്ത്രീ സുരക്ഷ, അതാണ് പറഞ്ഞത്. സെലക്റ്റീവ് ആയിട്ടുള്ള ചിലർക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഈ പീഡകന്മാരെ സംരക്ഷിക്കുക എന്നുള്ള നയം. ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ എത്ര മന്ത്രിമാർ, എത്ര MLA മാർ ഈ ഒരു സ്ത്രീ വിഷയത്തിൽ പ്രതികളായി വന്നിട്ടുണ്ട് എന്നുള്ളത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും സജീവമായി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ ഒരു കേസുകളിലുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെറുവിരൽ പോലും അനക്കുന്നില്ല? വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കുറച്ചുനാൾ മാറി നിൽക്കൽ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു, പലരും ഒരു സമയത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുന്നു, രാജിവെച്ച് മാറുന്നു, അടുത്ത തവണ വീണ്ടും മത്സരിക്കുന്നു, വിജയിക്കുന്നു, മന്ത്രിയാകുന്നു. എത്രയോ ആളുകൾ അല്ലെങ്കിൽ MLA ആയി തന്നെ ഒരു നാണവും ഇല്ലാതെ തിരിച്ച് അടിക്കാനേ വെച്ചാൽ നമുക്ക് ഈ നിയമസഭ പോലൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നാണിക്കും. ഒരു ഉളുപ്പെന്ന് പറയും. ഈ ഉളുപ്പെന്ന് പറയുന്നത് 7 അയലത്ത് പോയിട്ടില്ല. ഈ ഉളുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പറയല് തൊലിക്ക് കട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ല എന്ന്. ഇത് തൊലിക്ക് കട്ടി വളരെ കൂടുതലാണ്. 10 വർഷം കൊണ്ട് തൊലിക്ക് കട്ടി ഈ പല കാര്യത്തിലുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് എഴുതി തരാം. ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. PT കുഞ്ഞു മുഹമ്മദ് ഈ വനിതയ്ക്കെതിരെ കാണിച്ച പീഡന പരാതി. ഈ പീഡന പരാതി എന്ന് പറയുന്നത് തെളിവ് വരെയുണ്ട്. ഹോട്ടലിലെ ക്യാമറയിൽ തെളിവ് വരെയുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ ഭരണം തീരുന്നവരെയും കുഞ്ഞഹമ്മദിനെ PT കുഞ്ഞു മുഹമ്മദിനെ ക്ഷമിക്കുക, PT കുഞ്ഞു മുഹമ്മദിനെ ഒരു ചുക്കും ചെയ്യില്ല. തീർച്ചയായിട്ടും അതെ. എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ അവർക്ക് കോട്ടം തട്ടുമെന്നുള്ള നിലയിലായതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രദ്ധിച്ച് മാത്രമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. ഇത് നീട്ടിക്കൊണ്ടുപോകും ഈ ഒരു കേസ്. ഇനിയിപ്പോൾ ഈ പറയുന്ന അതിജീവിത എന്തൊരു കാലക്കേട്, കഷ്ടകാലം. അതെ, മുഖം പുറമെ കാണിച്ചു. അത് ഹർഷ, നമ്മൾ അതിൽ അവരെ ഒന്നും പറയണ്ട. കഷ്ടമൊന്നും പറയണ്ട. അവരുടെ ധൈര്യമാണ്. തീർച്ചയായിട്ടും അവരുടെ ധൈര്യമാണ്. അവർ ഈ സമൂഹത്തിന് മുന്നിൽ എത്രത്തോളം കുഞ്ഞു മുഹമ്മദെ നിങ്ങളെക്കാളും ഞാൻ തല ഉയർത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും. കാരണം തങ്ങളോട് ചെയ്തത് എന്താണ്? ഇപ്പോൾ എന്നോടാണെങ്കിലും തീർച്ചയായിട്ടും ഈ മുഖം മറച്ചിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും പുറത്തേക്ക് എന്നെയാണ് ഈ ബിരുദൻ ഇങ്ങനെ കാണിച്ചത്. അപ്പൊ ആര് നാറുന്നു? സർക്കാർ നാറുന്നു. അല്ലാതെ ഈ പറയുന്ന അതിജീവിതമാർ മുഖം മറച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം അവരല്ല തെറ്റ് ചെയ്തത്. കാലം മാറിപ്പോയി സാർ, അല്ലേ? അതെ, തീർച്ചയായിട്ടും.